ഹായ് ഒരു സ്നൈപ്പർ ലൂട്ടിൻ്റെ കറൻസി കൊടുന്ന ഫോറക്സ് ട്രേഡിംഗ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ പ്ലേലിസ്റ്റിലെ ആദ്യത്തെ വീഡിയോ മുതൽ കൃത്യമായിട്ട് കണ്ട് ഒരു ഓർഡറിൽ തന്നെ കണ്ട് പഠിച്ചു വരാൻ ശ്രമിക്കുക. കൂടുതൽ ട്രേഡിംഗ് റിലേറ്റഡ് കണ്ടൻറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ടെലിഗ്രാം ചാനലിലെ എല്ലാ ലിങ്ക് ബയോയിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എങ്ങനെ നമുക്ക് ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഒരു POI എങ്ങനെ കണ്ടെത്താം, അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്നാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു ട്രേഡ് എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് എടുക്കുന്ന രീതി എങ്ങനെയാണെന്നൊക്കെയാണ് നോക്കുന്നത്. നമ്മുടെ ഓരോരോ മെത്തേഡുകൾ, നമ്മളിപ്പോൾ ഒരു മാർക്കറ്റ് എപ്പോഴും ഒരേ രീതിയിൽ മൂവ് ചെയ്യില്ല. പല സമയത്തും പല രീതിയിലും ഉണ്ടാകുന്ന മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൽ ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ ഒരുപാട് ട്രേഡിംഗ് മെത്തേഡുകൾ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ട്രേഡിംഗ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ട്രേഡ് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു ട്രേഡിംഗ് മെത്തേഡാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമുക്ക് ഒരു ഏരിയയിൽ, ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മുടെ മാർക്കറ്റ് എത്തുമ്പോൾ, അതായത് നമ്മൾ സെല്ല് ചെയ്യാനോ ബൈ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്ന ആ ഏരിയയിൽ മാർക്കറ്റ് എത്തുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ട്രേഡ് നോക്കാനായിട്ട് ഒന്നുകിൽ നമുക്ക് കൺഫർമേഷൻ എൻട്രീസ് എടുക്കാം. അതായത് നമ്മളതിൻ്റെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് അവിടെ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം ആ എൻട്രി എടുക്കാം. അതല്ലെങ്കിൽ റിസ്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ട്രേഡ് ഓക്കെ ആയിരിക്കും എന്ന് കരുതി റിസ്ക് എൻട്രി ആയിട്ടും നമുക്കവിടെ ട്രേഡ് എടുക്കാം. ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു റിസ്ക് എൻട്രി മോഡൽ എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മുടെ ലോ ഇവിടെയാണ്. ഇതാണ് നമ്മുടെ ലോ. അതായത് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് എടുത്തപ്പോൾ ഈ ലോ കൺഫേം ആയി. അതിനുശേഷം മാർക്കറ്റ് ഇങ്ങനൊരു മൂവ്മെൻറ്റ് തന്നിട്ട് ഇവിടെ ഈ ലോ ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ ബ്രേക്ക് വൗച്ചർ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചർ മാപ്പിംഗ് ഒക്കെ എങ്ങനെയാണെന്നെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഈ വീഡിയോസ് ഒന്നുകിൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കണ്ട് ഈ വീഡിയോയിലേക്ക് എത്തുക. അല്ലെങ്കിൽ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് കണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബ്രേക്ക് വൗച്ചർ നമുക്ക് കൺഫേം ആകുമ്പോൾ, ഇവിടെ ബ്രേക്ക് കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു ഹൈ, ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ഹൈയും നമുക്ക് കൺഫേം ആയി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഈ ബ്രേക്ക് സ്ട്രക്ചറിന് ശേഷം അടുത്ത ഇൻഡ്യൂസ്മെൻ്റ് എവിടെയാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു ന്യൂസ് ക്യാൻഡിലാണ്, അതാണ് ഇത്രയും വലിയ ക്യാൻഡിൽ. ന്യൂസ് ക്യാൻഡിലിൻ്റെ അവിടെ ഇതാണ് ലാസ്റ്റ് ഇവിടെ വന്നിട്ടുള്ള ഇങ്ങനെ ഉണ്ടായ പുൾ ബാക്ക്, ലാസ്റ്റ് പുൾ ബാക്ക് ഇതാണ്. അപ്പോൾ ഈ ലാസ്റ്റ് പുൾ ബാക്കാണ് നമ്മുടെ ഇൻഡ്യൂസ്മെൻ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ അടുത്ത ഇൻഡ്യൂസ്മെൻറ്റ്. മാർക്കറ്റ് എപ്പോഴാണോ ഇൻഡ്യൂസ്മെൻ്റ് എടുക്കുന്നത് ആ സമയത്ത് ഈ ലോ കൺഫേം ആവും. ഇവിടെ മാർക്കറ്റ് ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ലോ കൺഫേം ആയി. ഇനി ഒരു പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും താഴേക്കായിരുന്നു പോയിരുന്നെങ്കിൽ പുതിയ ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ടാവും, അടുത്ത ലോ താഴോട്ട് എവിടെയെങ്കിലും ആയിരുന്നായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ഇൻഡ്യൂസ്മെൻറ്റും കണ്ടെത്തി. ഈ ലോ കൺഫേം ആകുമ്പോൾ നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഈ ഹൈ മുതൽ ഈ ഒരു ലോ വരെ ആയിരിക്കും, അല്ലേ? ഈ ഒരു ഹൈയുടെയും ലോയിൻ്റെയും ഇടയ്ക്കുള്ള ഏരിയക്കകത്തായിരിക്കും നമ്മൾ എൻട്രി നോക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ താഴേക്ക് ബ്രേക്ക് വൗച്ചർ കിട്ടിയ ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് നമുക്കിനി താഴേക്കൊരു സെൽ എൻട്രി ആയിരിക്കും നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. സെൽ എൻട്രിക്ക് ആയിരിക്കും സാധ്യത കൂടുതൽ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കാനുള്ളത് ഇവിടെ സപ്ലൈ സോണുകൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഓർഡർ ബ്ലോക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും POI, ഇപ്പം ഒരു ഡൗൺ ട്രെൻഡിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു സെൽ എൻട്രി എടുക്കാനാണ് നോക്കുന്നതെങ്കിൽ അവിടുത്തെ POIകളാണ് സപ്ലൈ സോണുകൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് നോക്കിയിരുന്നു. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് രണ്ട് ഓർഡർ ബ്ലോക്കുകൾ മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക്, അതല്ലെങ്കിൽ ഡിസിഷണൽ ഓർഡർ ബ്ലോക്ക്. ഇപ്പോൾ ഈ ഇൻഡ്യൂസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഡിസിഷണൽ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്, അല്ലേ? ഇതാണ് ഡിസിഷണൽ ഓർഡർ ബ്ലോക്ക്, ഈ ഒരെണ്ണം. ഓക്കെ, ഇതിപ്പോൾ മിറ്റിഗേറ്റ് ആയതൊന്നും ആരും
ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഓർഡർ ബ്ലോക്ക് ഇതാണ്, ഡിസിഷൻ ഓർഡർ ബ്ലോക്ക്. അതിനുശേഷമുള്ള എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഓരോ ഓർഡർ ബ്ലോക്കായിട്ട് നോക്കി വരുമ്പോൾ നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യുക, ആ ഓർഡർ ബ്ലോക്ക് ഓൾറെഡി നമുക്ക് സ്ട്രക്ചർ ബ്രേക്ക് പോസ്റ്റർ കിട്ടുന്നതിന് മുമ്പ് തന്നെ മിറ്റിഗേറ്റ് ആയിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്കാണ്. അതുകൊണ്ട് നമുക്കിത് ഇനി വാലിഡായിട്ട് എടുക്കാൻ പറ്റില്ല. ഇത് അതുപോലെ തന്നെയാണ്. പിന്നെ അടുത്ത ഈ ഒരു ഫുൾ ബാക്കിൽ നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് വാലിഡായിട്ട് വേറൊരു ഓർഡർ ബ്ലോക്കില്ല. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കണ്ടീഷനിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാത്രമായിരിക്കും എൻട്രി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഓർഡർ ബ്ലോക്കിൽ നമുക്ക് റിസ്ക് എൻട്രി എടുക്കാം. അവിടെ നിന്നിട്ട് എൻട്രി എടുത്ത് ഒരു സെൽ എൻട്രി എടുത്ത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ബ്രീത്തിങ് സ്പേസൊക്കെ കൊടുത്തിട്ട് ഒരു സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്ത് നമുക്ക് ടാർഗറ്റായിട്ട് ഈ ലോ തന്നെ എടുക്കാം. ഒരു 8RR ട്രേഡ് നമുക്കിവിടെ പ്ലാൻ ചെയ്യാമായിരുന്നു. പക്ഷേ മാർക്കറ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസാണ് കിട്ടിയത്. അവിടെ നമുക്ക് ലോസ് ഉണ്ടായി. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളതിന് അടുത്ത സോൺ ഏതെങ്കിലും നോക്കണം. ഇപ്പോൾ ഇവിടെ ഇതിനിടയിലൊന്നും ഒരു സോൺ പോലും ഇല്ല. നമ്മളിനി ഓർഡർ ഫ്ലോ എല്ലാം ഉണ്ടാകുന്ന നോക്കുമ്പോൾ ഓൾറെഡി എല്ലാം മിറ്റിഗേറ്റഡാണ്. ഓർഡർ ബ്ലോക്ക് പോലും ഇല്ല. അത്ര സാഹചര്യത്തിൽ ഓർഡർ ഫ്ലോ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എല്ലാ ഓർഡർ ബ്ലോക്കുകളും മിറ്റിഗേറ്റഡാണ്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റഡാണ്. അതുപോലെ ഈ ഒരു വലിയ ഓർഡർ ബ്ലോക്ക് എല്ലാം മിറ്റിഗേറ്റാണ്. പിന്നെ അടുത്ത നമുക്ക് കഴിഞ്ഞ വീഡിയോയുടെ അവസാനം പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഹിഡൻ സോണുകളുണ്ട്. ഈ ഹിഡൻ സോണുകൾക്ക് ഒരു എക്സാമ്പിളാണ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ എല്ലാം ശ്രദ്ധിച്ചില്ലേ? ഈ ഒരു ക്യാൻഡിൽ ഈ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിൽസിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്വീപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താ, ഒരു സ്ട്രോങ് ഇവിടെ ഉണ്ടായിരുന്ന മണിയെല്ലാം ഈ ക്യാൻഡിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ക്യാൻഡിൽ മിറ്റിഗേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ക്യാൻഡിൽ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ക്യാൻഡിലിൻ്റെയും ഇവിടെ സ്വീപ്പ് നടന്ന ശേഷം നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ സ്വീപ്പ് ചെയ്ത ഏരിയയും ഈ ക്യാൻഡിലിൻ്റെ ഹൈയും തമ്മിലൊരു കുറച്ച് ഏരിയ ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ഹിഡൻ സോണായിട്ട് എടുക്കുന്നത്. നമുക്കൊരു ഹിഡൻ സോണായിട്ട് എടുക്കാൻ പറ്റുന്നത് ഈ ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഇതിനിടയിൽ വേറെ ഏതെങ്കിലും ഹിഡൻ സോണുകളുണ്ടെങ്കിൽ നമുക്കതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ളൊരു ഹിഡൻ സോൺ ഇതാണ്. അതേപോലെ തന്നെ വേറൊരു ചെറിയ ഹിഡൻ സോണുള്ളത് ഇതാണ്. ആ ഹിഡൻ സോൺ അവിടെ നിന്ന് തന്നെ നമുക്ക് കറക്റ്റ് ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട്. എൻട്രി വേണമെങ്കിൽ നമുക്കിവിടെ എടുക്കാം. നമ്മളിപ്പോൾ നമ്മുടെ റിസ്ക് റിവാർഡ് കുറച്ച് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എൻട്രി എടുക്കാമായിരുന്നു. ഇവിടെ തന്നെ വീണ്ടും ഒരു എൻട്രി എടുക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള, ഇപ്പം ഇവിടുത്തെ ഡിസിഷനിൽ ഫെയിലായി. അപ്പം എക്സ്ട്രീമായിട്ട് നമുക്ക് ഇവിടെ ഉള്ളൊരു സോണെന്ന് പറയുന്നത് ഇതാണ്. ഒരു POI, നമ്മുടെ ഹയർ ടൈം ഫ്രെയിം, നമ്മുടെ 15 മിനിറ്റിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആ ടൈം ഫ്രെയിമിലുള്ള POI എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ മാർക്കറ്റ് എങ്ങനെ ഉണ്ടാക്കിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു POയിൽ നിന്ന്, നമ്മുടെ റിസ്ക് എൻട്രി അടുത്ത ഈ ഒരു POയിൽ നിന്നായിരിക്കും നമ്മൾ റിസ്ക് എൻട്രി ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ കുറച്ച് മുകളിൽ. ഇതിപ്പോൾ നമ്മുടെ 2 പിപ്പ് മാത്രമേ SL ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് കുറച്ച് നമുക്ക് ഓക്കെ ആയിട്ടുള്ള, നമ്മുടെ റിസ്ക് ഓക്കെ ആയിട്ടുള്ളൊരു SL ഫിക്സ് ചെയ്ത്, അതുപോലെ ടാർഗറ്റ് നമ്മുടെ നേരത്തെ വെച്ചിരുന്ന ലോ തന്നെ ഫിക്സ് ചെയ്യാം. അതായത് നമ്മളൊരു 20 RRൻ്റെ ട്രേഡാണ്. ഇത് ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ, കറക്റ്റ് ആ ഒരു സോണിൽ നിന്ന് തന്നെ മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹിഡൻ സോൺ കൊണ്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണിത്. കറക്റ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റ് പിന്നെ അതിനുശേഷം മൂവായി നമ്മുടെ ടാർഗറ്റും ഹിറ്റായിട്ടുണ്ട്. ഒരു 20 RRൻ്റെ ഒരു ട്രേഡാണിത്. നമ്മൾ കറക്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലോസ് ഉണ്ടായെങ്കിൽ പോലും അടുത്ത ട്രേഡ് നമുക്ക് പ്രോഫിറ്റബിളാണ്. അപ്പോൾ ഇങ്ങനൊരു ട്രേഡ് എടുക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത്, ഈ ഒരു ലെഗിൽ നമ്മൾ ഈ ഒരു ബ്രേക്ക് വെച്ചതിന് ശേഷം ഈ ഒരു ലെഗിൽ വേറൊരു
സോണും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എടുക്കാൻ പറ്റിയ ഒരു രീതിയാണ്, ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് മെത്തേഡുകളുണ്ട്. പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്താനുള്ള മെത്തേഡുകളും ആ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എങ്ങനെ ട്രേഡ് എടുക്കാമെന്നുള്ള മെത്തേഡുകൾ ഒരുപാടുണ്ട്. അതെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇനി കൂടുതൽ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു എൻട്രി നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. ഇപ്പോൾ ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാം. ആ ഇൻഡ്യൂസ്മെൻറ്റ് ശേഷം ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് എടുത്ത ശേഷം ഈ ലോ നമുക്ക് കൺഫേം ആയി. ഈ ലോ ഇവിടെ ബ്രേക്ക് ആയപ്പോൾ നമുക്കിത് ബ്രേക്ക് വെച്ചതായിട്ട് കിട്ടി. സ്ട്രക്ചർ മാപ്പിംഗ് ഒക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറഞ്ഞു പോകാത്തത്. അപ്പോൾ ഈ ഒരു ലെഗിൽ ഈ ഒരു സ്ട്രക്ചറിൽ നമുക്കിവിടെ ഒരുപാട് പുൾ ബാക്കുകളുണ്ട്. ഒരുപാട് പുൾ ബാക്കുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നിലവിൽ ലാസ്റ്റ് വന്നിട്ടുള്ള പുൾ ബാക്ക് ഇതാണല്ലോ. ഇതാണ് അപ്പോൾ അടുത്ത ഇൻഡ്യൂസ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ അടുത്ത സോണെന്ന് പറയുന്നത് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിന് ശേഷമുള്ള ഓർഡർ ബ്ലോക്ക് എങ്കിലാണ്. അപ്പോൾ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിന് ശേഷം നമ്മൾ ഓർഡർ ബ്ലോക്കുകൾ നോക്കുമ്പോൾ ഇവിടെ എല്ലാം മിറ്റിഗേറ്റഡാണ്. ഇവിടെ നമുക്ക് ആകെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഒരു ഓർഡർ ബ്ലോക്ക്. അതിനുശേഷം പിന്നീട് അതിന് നമ്മളടുത്ത് നോക്കാനുള്ള എക്സ്ട്രീം ഓർഡർ ബ്ലോക്കാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ ഇൻഡ്യൂസ്മെൻറ്റിന് മുന്നേ വന്നിട്ടുള്ള ഓർഡർ ബ്ലോക്കായിട്ടുള്ള ഡിസിഷണൽ ഓർഡർ ബ്ലോക്ക്, അതല്ലെങ്കിൽ എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക്. ഈ രണ്ട് ഓർഡർ ബ്ലോക്കുകൾ മാത്രമേ മിറ്റിഗേറ്റ് ആവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രീം നോക്കി വരുമ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അതിന് മുമ്പേ ഉള്ള ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും പ്രൊട്ടക്റ്റഡ് ആണ്. ഇതെന്ന് പറയുന്നത് ഇൻസൈഡ് ബാറാണ്. ഇൻസൈഡ് ബാറൊന്നും നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വലിയ ക്യാൻഡിൽ അവിടുത്തെ ലാസ്റ്റ് ഹയസ്റ്റ് ക്യാൻഡിൽ നമുക്ക് എടുക്കാം. പക്ഷേ അത് ഓൾറെഡി ഇവിടെ മിറ്റിഗേറ്റഡ് ആണ്. സോ അതിന് നമുക്ക് വാലിഡ് അല്ല. പിന്നീട് അതിന് ശേഷം നോക്കുമ്പോൾ താഴേക്ക് നോക്കി വരുമ്പോൾ പിന്നെയുള്ളൊരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇത് അൺമിറ്റിഗേറ്റഡ് ആണ്. ഈ രണ്ട് സോണുകളാണ് നമുക്കിനി അടുത്ത ട്രേഡ് ചെയ്യാനുള്ളത്. മാർക്കറ്റ് എപ്പോഴെങ്കിലും ഇതിന് ശേഷം ഈ സോണിലോ അതല്ലെങ്കിൽ ഈ ഒരു സോണിലോ എത്തുമ്പോഴായിരിക്കണം നമ്മളവിടെ നിന്ന് സെൽ എൻട്രി എടുക്കാനുള്ളത്. ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ സെൽ എൻട്രി എടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ മാർക്കറ്റ് മൂവ് ആക്കണം. എങ്ങനെയാണ് കറക്റ്റ് ആ ഒരു സോണിൽ നിന്ന് തന്നെ കറക്റ്റ് മാർക്കറ്റ് മൂവായി ടാർഗറ്റും ഹിറ്റായിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ആദ്യം കാണിച്ച എക്സാമ്പിളാണ്. ഈ ഒരു സോണിലെത്തുമ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു റിസ്ക് എൻട്രി എടുക്കാം. അതിൻ്റെ ടാർഗറ്റായിട്ട് ഇത് വയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ റിസ്ക് എൻട്രികൾ എടുക്കുന്നത്. റിസ്ക് എൻട്രി എടുക്കുന്ന എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വീണ്ടും ഈ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും. ഇനി അടുത്ത വീഡിയോസിൽ ഈ റിസ്ക് എൻട്രിയുടെ തന്നെ എക്സാമ്പിളുകൾ കാണിച്ച് പോവാം. നമ്മുടെ POI ഏതാണോ, നമ്മൾ ഓർഡർ ബ്ലോക്കിലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണോ നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്ന സോൺ ഏതാണോ ആ സോണിൽ നിന്ന് ഡയറക്റ്റ് അതിൻ്റെ എൻട്രി എടുക്കുന്നത്. അതായത് കൺഫർമേഷൻ കിട്ടാതെ ഡയറക്റ്റ് ആ ഒരു സോണിലെത്തുമ്പോൾ എൻട്രി പ്ലേസ് ആവുന്ന രീതിയിൽ ട്രേഡ് എടുക്കുന്നതാണ് നമ്മുടെ റിസ്ക് എൻട്രി എന്ന് പറയുന്നത്. അവിടെ നമുക്ക് റിസ്ക് കൂടുതലാണ്. കാരണം ഇപ്പോൾ ഈ ഒരു സോണിലെത്തിയിട്ട് നമ്മളിവിടെ നിന്ന് ട്രേഡ് ഓൾറെഡി എടുത്തു. ആ ട്രേഡ് എടുത്ത ശേഷമായിരിക്കും ചിലപ്പം ഈ ഒരു സോൺ എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് മേളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്കത് ലോസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് റിസ്ക് എൻട്രി എന്ന് പറയുന്നത്. നമ്മൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ചില സമയത്ത് റിസ്ക് എൻട്രി എടുക്കും, ചിലപ്പോൾ കൺഫർമേഷൻ എൻട്രി മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു എൻട്രി മെത്തേഡ് അതുകൂടി നമ്മൾ പരിചയപ്പെട്ടു പോകാം. ഇപ്പോൾ ഇവിടെ നമ്മളെ മാർക്കറ്റ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ അടുത്തൊരു ഏരിയ എന്ന് പറയുമ്പോൾ ഒരു ലാസ്റ്റ് പുൾ ബാക്ക് ഇവിടെ മാർക്കറ്റ് മൂവായി വരുന്നുണ്ട്. ആ വരുമ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് പുൾ ബാക്ക് അല്ലേ. അപ്പോൾ ഈ പുൾ ബാക്ക് മാർക്കറ്റ് എടുത്തിട്ടുണ്ട്.
ഈ പുൾ ബാക്ക് മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് എടുക്കുമ്പോൾ എന്താവും, ആ ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഈ ലോ കൺഫേം ആവും. ഈ ലോ കൺഫേം ആയി. അതിന് ശേഷം മാർക്കറ്റ് വീണ്ടും പുൾ ബാക്കുകൾ ഉണ്ടാക്കി പോകുന്നുണ്ട്. നമ്മുടെ ഈ ലോ ഇപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ്. ഈ ലോ മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോഴാണ് ബ്രേക്ക് ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് വൗച്ചർ വീണ്ടും കിട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ, ഈ ഒരു പോയിൻ്റാണ്. ഇതാണ് നമ്മുടെ ഹൈ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ എന്താ നോക്കുന്നത്, അടുത്ത ഇൻഡ്യൂസ്മെൻ്റ് അവിടെ നോക്കും. ഇപ്പോൾ ഈ ലെഗിൽ ഇൻഡ്യൂസ്മെൻറ്റ് ഇങ്ങനെയാണ് മാർക്കറ്റിൽ ലാസ്റ്റ് പുൾ ബാക്ക് വന്നിരിക്കുന്നത് അല്ലേ. ഇങ്ങനെയാണ് ലാസ്റ്റ് പുൾ ബാക്ക്. ഇപ്പോൾ ഇതാണ് നിലവിലെ ഇൻഡ്യൂസ്മെൻറ്റ്. ഇതാണ് ഇപ്പോൾ ഉള്ള ഇൻഡ്യൂസ്മെൻറ്റ്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മൂവ് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻഡ്യൂസ്മെൻറ്റ് ഇതാണല്ലോ. അതിനുശേഷം മാർക്കറ്റ് മൂവായി ഈ ഇൻഡ്യൂസ്മെൻറ്റിനെ സ്വീപ്പ് ചെയ്തു. ഓക്കെ, ഇൻഡ്യൂസ്മെൻറ്റിനെ എടുത്തു. ഇൻഡ്യൂസ്മെൻറ്റിനെ ഇവിടെ സ്വീപ്പ് ചെയ്തു. മാർക്കറ്റ് ഈ ഇൻഡ്യൂസ്മെൻറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാര്യം നോക്കേണ്ടത്, ഇൻഡ്യൂസ്മെൻറ്റ് ഇതാണ്. ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മളെ ലോ കൺഫേം ആവും. ഇവിടുത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവിടെ ജസ്റ്റ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് സ്വീപ്പാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താ, നമ്മുടെ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ലിക്വിഡിറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ലിക്വിഡിറ്റി, ഇവിടെ ഉണ്ടായിരുന്ന മണി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. മാർക്കറ്റ് ആകുമ്പോൾ ഇവിടെ നിന്നുണ്ടായിരുന്ന ആവശ്യത്തിനുള്ള മണി കിട്ടി, മാർക്കറ്റ് തിരിച്ചു പോകാനാണ് സാധ്യത. ഇവിടെ അടുത്ത ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇതാണ് അടുത്ത ഓർഡർ ബ്ലോക്ക്. മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ഏരിയ വരെ എത്തിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ചില സാഹചര്യങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ ഇൻഡ്യൂസ്മെൻ്റ് എവിടെയാണോ, ചിലപ്പോൾ ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് കുറച്ച് മുകളിൽ പോയിട്ട് അവിടെ നിന്ന് റിട്ടേൺ വരാം. ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇൻഡ്യൂസ്മെൻ്റ് ഇവിടെ എടുത്തപ്പോൾ നമ്മുടെ ലോ ഇതാണല്ലോ അല്ലേ, ലോ ഇവിടെയാണ്. സോ ഇൻഡ്യൂസ്മെൻ്റ് എടുക്കുമ്പോൾ തന്നെ ഇൻഡ്യൂസ്മെൻ്റ് സീപ്പാണ്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും താഴോട്ട് പോയിട്ടുണ്ട്. താഴോട്ട് പോയി നമ്മുടെ ഈ ഒരു ഏരിയ എത്തി. ഈ ഏരിയയിലും നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെയും മാർക്കറ്റ് സീപ്പ് മാത്രമാണ് നടത്തിയിരിക്കുന്നത്. അതായത് ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല. ക്യാൻഡിൽ താഴെ ക്ലോസ് ആയാൽ മാത്രമേ നമുക്കിതൊരു ബ്രേക്ക് വൗച്ചറായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സീപ്പാണ് നടന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇത് ബ്രേക്ക് വൗച്ചറല്ല. ഈ സീപ്പ് സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, മാർക്കറ്റിന് ഈ ഒരു ഏരിയയിലുണ്ടായിരുന്ന ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലുണ്ടായിരുന്ന മണി ഫുള്ള് മാർക്കറ്റ് എടുത്തിട്ട് മാർക്കറ്റിന് ഇനി അടുത്ത ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് റിട്ടേൺ പോകാനാണ്. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള മണിയെല്ലാം കളക്ട് ചെയ്ത് മാർക്കറ്റിന് റിട്ടേൺ പോകാനാണ്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലും ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ട് മാത്രം മാർക്കറ്റ് മൂവ് ആവുന്ന സാഹചര്യങ്ങളുണ്ടാവും. ആ സമയത്ത് നമ്മുടെ ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയില്ല, അല്ലെങ്കിൽ നമ്മുടെ POയിൽ മാർക്കറ്റ് എത്താൻ ചാൻസ് ഇല്ല. അങ്ങനെ കണ്ടീഷൻസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ പോയി എൻട്രി എടുക്കുക. കൺഫർമേഷൻ എൻട്രീസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അടുത്ത കൺഫർമേഷൻ എൻട്രീസ് എന്താണെന്ന് അടുത്ത വീഡിയോസിൽ പഠിക്കാവുന്നതാണ്. ഓക്കെ. ട്രേഡിംഗ് റിലേറ്റഡ് കണ്ടൻറ്റിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ടെലിഗ്രാം ചാനലിൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്.